യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുന്നു. ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കുകയും. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം നിന്റെ സന്നിധിയിൽ ചെലവിടുവാൻ ഭയത്തോടും ഭീതിയോടുകൂടെ ആയിരിക്കുന്ന ലോകത്തിൽ ദൈവമക്കൾ എന്ന പേർപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവമേ, ആരാധനയിൽ മുഴുസമയം നമ്മുടെ സാന്നിധ്യം ഇരിക്കണം. ഞങ്ങളുടെ ശരീര ആത്മദേഹികളെ അങ്ങ് ബലപ്പെടുത്തണമേ. അങ്ങനെയുള്ള വിശുദ്ധി കർത്താവെ ഞങ്ങൾ സ്വീകരിപ്പാൻ, അംഗീകരിപ്പാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങയ്ക്ക് മഹത്വം തരുന്നു. കാരണം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വിടുവാൻ ഞങ്ങൾ സഹായിച്ചത്. കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ആശീർവദിച്ചു അനുഗ്രഹിച്ചയക്കുമാറാണ്. ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുവാൻ കൃപ ചെയ്യുക. മഹത്വം അങ്ങ് നൽകണമേ. മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് 16-ാം ഗീതത്തിന്റെ 1-ാമത്തെ ചരണം നമുക്ക് പാടാം. 16-ാം ഗീതത്തിന്റെ 1-ാമത്തെ ചരണം: കള്ളദേവകൾക്ക് തെറ്റി ഉള്ളത്തെ യഹോവയെ ദൈവസന്നിധിയിൽ മുമ്പാകെ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യാചന്ദ്രങ്ങളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാം വണങ്ങിച്ചത് നമ്മുടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാൽ നാം പാപം ചെയ്തു പോയവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർക്കുന്നു. പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഈ പ്രഭാതത്തിൽ കടന്നു വന്നവരായിരിക്കുന്ന നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അനുസാരം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട്
ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നിൽ പാപസ്വഭാവമുണ്ട്. കർത്താവേ, എന്നോട് മനസ്സറിയണമേ, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് താല്പര്യമാണ്. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ ലംഘനങ്ങളെ ക്ഷമിക്കുന്നവനാണ്, പാപത്തെ മറക്കുന്നവനാണ്, പാപിയെ സ്നേഹിക്കുന്നവനാണ്. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ. ഈ പ്രഭാത സമയത്ത് കപടമായ ഒരു ആരാധന, ആത്മാർത്ഥതയുള്ള ഒരു ആരാധനയായ നമ്മുടെ ദിവസത്തിന്റെ ഭാഗ്യം സമർപ്പിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും തന്റെ പുത്രന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കട്ടെ. നാലാമത്തെ പാപസ്വീകാര പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചേരാം. നാലാമത്തെ പാപസ്വീകാര പ്രാർത്ഥന. സ്വർഗസ്ഥ പിതാവേ, അരിഷ്ടപാപികളായ ഞങ്ങൾ തിരുസംഘത്തോടെ സ്വീകരിക്കുന്ന കൃപയോടെ ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പല വിധത്തിലും ലംഘിച്ചിരിക്കുന്നു. അഗാധ വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധ അവിശ്വാസം നദികളുടെ ചെറിയാണ്. അതുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്കും നിത്യമരണത്തിനും കൂടെ യോഗ്യരായിത്തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുമുണ്ട്. ഞങ്ങൾ കടകളെ കവിയുന്ന ദൈവകൃപയാലുണ്ടായി വന്നതും യേശുക്രിസ്തുമുഖാന്തരം സാധ്യമായതുമായ വിലയേറിയ വീണ്ടെടുപ്പല്ലാതെ ഞങ്ങളെ ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സർവ്വപാപങ്ങളെ സൗജന്യമായി ക്ഷമിച്ചു തിരുകൂട്ടായ്മയും ഞങ്ങളെ ചേർത്തു ജീവന്റെ വൃത്തത്തിലും കൃതജ്ഞതയോടുകൂടെ തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വിശദീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപത്തെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുകയും കർത്താവ് താൻ തന്നെ നിങ്ങളുടെ പ്രകാരം പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരുടെ ദൈവത്തിന്റെ അള്ളപ്പാട് പ്രകാരമാകുന്നു. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയും ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തിരികെയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എന്നാണ് ആ ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിവിട്ട് ജീവിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സലിവുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങളുള്ള നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചോളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഇതേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹനിമിത്തവും തിരുവചനം, വിശുദ്ധ ചൊൽക്കുറികൾ, യേശുക്രിസ്തു മുഖാന്തരം തേജസ്സിന്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ ദൈവമേ, കരുണാപൂർണമായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പരദേശ യാത്രയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനം, ദൈവാശ്രയം, ധൈര്യം എന്നിവ നൽകണമേ. സ്നേഹവും ഭയഭക്തിയുള്ള ഹൃദയത്തോടെ കർത്താവിൽ ഞങ്ങൾ മുറ്റും ആശ്രയിപ്പാൻ കൃപയുണ്ടാകണമേ. കർത്താവിനെ മാത്രം സ്നേഹിപ്പാൻ ഞങ്ങളെ തുണക്കണമേ. തിരുശബ്ദം കേൾപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുകയും അതിലെ പ്രബോധനങ്ങളെ ഒരു വിധത്തിലും
ദോഷമായി തീരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. വാഗ്ദത്ത ദേശത്തെത്തും വരെ ഞങ്ങളെ നേരെയുള്ള പാതയിൽ നടത്തണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപായി 204 ഗീതത്തിന്റെ ഒന്നാമത്തെ ചരണം നമുക്ക് പാടാം. 204 ഗീതത്തിന്റെ ഒന്നാമത്തെ ചരണം. ഇന്നത്തെ ആരാധനയെ വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമവേദഭാഗം 2 ദിനവൃത്താന്തം 34 അധ്യായം 8 വാക്യം മുതൽ 21 വാക്യം വരെയുള്ള ദൈവവചനങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുകയും. 2 ദിനവൃത്താന്തം 34:8-21. അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെളിപ്പാക്കിയ ശേഷം അവൻ അസര്യാവിന്റെ മകനായ സാഫാനെയും നഗരാധിപതിയായ മഹസേയാവെയും യോവാസിന്റെ മകനായ രാജസർക്കാരൻ യോവാബിനെയും തന്റെ ജയമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽക്കാവൽക്കാരായ ലേവ്യർ മനശ്ശയോടും എഫ്രയീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദരോടും ബെന്യാമീനോടും യെരൂശലേം നിവാസികളോടും തിരിച്ചെടുത്ത് ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവർ അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പുപണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് പുരാണങ്ങൾ വെക്കേണ്ടതിന് ആചാര്യകൾക്കും പണിക്കാർക്കും തന്നെ. ആ പുരുഷന്മാർ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു. മെരാരിൽ ഒബദ്യാവെന്ന ലേവ്യരും പണി നടത്തുവാൻ ഗഹാത്യരിൽ സെഖര്യാവും മെശുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർത്ഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാരായിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരെന്ന ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽക്കാവൽക്കാരുമായിരുന്നു. അവർ യഹോവയുടെ ആലയത്തിൽ കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ പുരോഹിതൻ യഹോവ മോശെക്ക് മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. രാജസക്കാരനായ ശാസ്ത്രനോട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പുസ്തകം ശാഫാന്റെ കയ്യിൽ കൊടുത്തു. ശാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് രാജസേനയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രാജസക്കാരനായ ശാഫാൻ രാജാവിനോട് പുരോഹിതൻ പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. ശാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കയറി. രാജാവ് ഇരിക്കാവോടും ശാഫാന്റെ മകൻ അഹിക്കാമിനോടും മിക്കയുടെ മകൻ അബ്ദോനോടും രാജസക്കാരനായ ശാഫാനോടും രാജകൃത്യനായ അത്തായോടും കൽപ്പിച്ചതെന്നാൽ നിങ്ങൾ ചെന്ന് കണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിനും യഹൂദായാലും ക്ഷണിച്ചിരിക്കുന്നവർക്കും വേണ്ടി
യഹോവയുടെ അരുളപ്പാട് ചോദിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാരെ യഹോവയുടെ വചനത്തിൽ പ്രമാണിക്കാതെ ഇരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊല്ലിയിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ഇവിടെ ദൈവവചനം വായിക്കാൻ സാധിച്ചു. പാടിയിരിക്കുന്ന 204 രണ്ടാമത്തെ ചരണം. വെളിപാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരിൽ ഇരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹായിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോമ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാൻ പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ഇവിടെ പുതിയ വേർക്കാം വായിച്ചു. മനസ്സലിവുള്ള പിതാവായ ദൈവം തിരുവനന്തപുരത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവേശൻ നമ്മെ തന്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കുകയാണ്. തന്നെയുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മ ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സ്വർഗ്ഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയാം എന്ന കന്യകയിൽ ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാകുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ചികിത്സ നൽകുന്നതിലും നിത്യാവശ്യമെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കാം. സഭയെ അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ: കഴിഞ്ഞ ആഴ്ചയിലെ പൊതുവഴിപാട് 870 രൂപ. ബോക്സ് കളക്ഷനായി ചർച്ചിനായിട്ട് വന്നത് 1770 രൂപ. ആകെ 2640 രൂപ. ബോക്സുകള് കുറെ എണ്ണം ഇനിയും പല വീടുകളിലുമുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ ബോക്സുകൾ എത്തിച്ചു തന്നെങ്കിൽ മാത്രമേ മുൻപോട്ട് പള്ളിയുടേതായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആരുടെയെങ്കിലും ഭവനങ്ങളിൽ ബോക്സുകൾ ഇനിയും ഉണ്ടെങ്കിൽ അത് തിരികെ ഏൽപ്പിക്കുവാനായി ഓർമ്മിക്കുന്നു. തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള 5ാമത്തെ പരസ്യം സെപ്റ്റംബർ 24-ാം തീയതി കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മഹാനഗരയിലെ ഡയസൻ കൗൺസിലേക്ക്, പാസ്റ്ററേറ്റ് കമ്മിറ്റിയിലേക്ക്, ഡിസ്ട്രിക്ട് കൗൺസിലേക്ക് എന്നിവയിലേക്കുള്ള
ഇലക്ഷൻ 29 നവംബർ 2020 ആരാധനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നവരും സഭയെ അറിയിക്കുന്നു. എല്ലാവരും ഈ വിഷയം പ്രാർത്ഥനയിൽ ഓർക്കണം. സഭ ഒരുമിച്ച് നിൽക്കണം എല്ലാ കാര്യങ്ങളിലും. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ ഒരുമിച്ച് നിന്നു. സന്തോഷത്തോടുകൂടെ പല കാര്യങ്ങളും ഏകകണ്ഠമായിട്ട് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. ഈ വർഷവും അതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് ഏകകണ്ഠമായി കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മത്സരബുദ്ധി ഹൃദയത്തിൽ നിന്ന് മാറ്റണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിക്കട്ടെ. കൂടെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യത്തെ കുറിച്ച് പറയാനുള്ളത്, പ്രാരംഭ വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ചില അക്ഷരതെറ്റുകളൊക്കെ ഉണ്ട്, അത് തിരുത്താവുന്നതാണ് പിന്നീട്. എന്തെങ്കിലും അതിനെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ പാർശ്വത കമ്മിറ്റി ചെയർമാനെ ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പാർശ്വത കമ്മിറ്റി ചെയർമാനെ ഈ 31-ാം തീയതിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കും. ദൈവം അനുവദിച്ചാൽ ഒരു കോവിഡ് സ്ഥിരീകരണ ശുശ്രൂഷ ഈ മാസം ഡിസംബർ മാസം 2ാമത്തെ ഞായറാഴ്ച നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. അന്ന് 2 ആരാധന ഉണ്ടാകും. തിരുവത്താഴ ആരാധന രാവിലെ 8 മണിക്ക് ആയിരിക്കും. 8 മണിക്ക് 20 പേർക്ക് തിരുവത്താഴ ആരാധനയിൽ പങ്കുകൊള്ളും. എന്നാൽ 10 മണിക്ക് നടക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷയിൽ 3 കുട്ടികളാണ് സ്ഥിരീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ 3 കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പേര്, കുട്ടിയടക്കം 5 പേര്, 3 പാസ്റ്റേജ് കമ്മിറ്റി മെമ്പേഴ്സ്, 2 ശുശ്രൂഷകന്മാര്, ഒരു കപ്പിയായി, ഇത്രയും പേരായിരിക്കും അതില് ഉണ്ടാകുക. അതിൽ കൂടുതൽ ആർക്കും 10 മണിയുടെ ശുശ്രൂഷയ്ക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് നേരത്തെ പരസ്യം ചെയ്യുന്ന അപ്പോൾ പരാതി വരുന്നത് വെച്ചിട്ട് കൂടുതൽ നമ്മുടെ എല്ലാ ദിവസവും നിങ്ങളുടെ ദയവായിട്ട് പ്രയർ ഗ്രൂപ്പിന്റെ വാട്സപ്പ് പ്രയർ ഗ്രൂപ്പ് തുറന്നു നോക്കണം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ അതിനകത്താണ് ഇടുക. ഈ ദിവസങ്ങളിൽ മഹാടക ശ്രീജനത്തിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ നമ്മുടെ സഭയിൽ 1ാം സമ്മാനം എല്ലാ ആഴ്ചയിലും ഉണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും അഭിനന്ദിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ആദ്യം ഒരു ആശയം നിങ്ങളെടുത്ത് വെച്ചിരുന്നു, നമുക്കൊരു കൊയ്ത്തുത്സവം നടത്താം, ഒരു ഓൺലൈൻ കൊയ്ത്തുത്സവം നടത്താം എന്ന്. ആശയം ഫസ്റ്റ് വെച്ചത് നമ്മളാണ്. പക്ഷെ ഇന്ന് പല പള്ളികളിലും ഇപ്പോ അത് ഒരാലോചനയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഓൺലൈൻ കൊയ്ത്തുത്സവം ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല, ഒരു രസകരമായിട്ടുള്ള ഒരു വീടുകളിൽ നിന്ന് പാട്ട് പാടി അതൊക്കെ മിക്സ് ചെയ്തൊരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുക. അന്നേ ദിവസം പള്ളികളിൽ സ്റ്റോളുകൾ ഒരുക്കി വീടുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ആ വീടുകളിൽ എത്തിക്കുക, ഇങ്ങനെയുള്ളൊരു ഒരു വെറൈറ്റി ആയിട്ടൊരു പരിപാടി ഒപ്പിക്കാം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പിന്നീട് അത് വേണ്ടാൻ തീരുമാനിച്ചു. പക്ഷെ ഇന്ന് കത്തീഡ്രലടക്കം ഒരുവിധം പള്ളികളിലെല്ലാം ആ പരിപാടിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്രോഗ്രാം ആദ്യം ആരംഭിച്ചത് നമ്മളാണ്, പിന്നീടാണ് എല്ലാവരും അതിന്റെ പിറകെ വെച്ച് പോകുന്നത്. അതുകൊണ്ട് അന്നശ്ശേരി സഭയ്ക്ക് അഭിമാനിക്കാനുണ്ട്, നമ്മളാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ദൈവകൃപയാൽ നിൽക്കുന്നത്. ഈ അടുത്ത ദിവസം ജിജിതാരോടോ പറഞ്ഞെന്ന് പറഞ്ഞു, അന്നശ്ശേരി പള്ളിക്കുള്ള ലൈവാണ്, അവിടെ ലേലവും പൈസ വിൽക്കലും പാട്ടുപാടലും ഡാൻസ് കളിക്കലും ഒക്കെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നടന്നു പോകുന്നതാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സഭ ആക്റ്റീവാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് വളരെ സന്തോഷം. പ്രത്യേകമായിട്ട് എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഡിസംബർ 2ാമത്തെ ഞായറാഴ്ചയാണ് തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്നത്. അന്ന് തന്നെ സ്ഥിരീകരണ ശുശ്രൂഷയും ഉണ്ടാകും. രാവിലെ 8 മണിക്കായിരിക്കും തിരുവത്താഴ ശുശ്രൂഷ. അതിൽ 20 പേർക്ക് പങ്കെടുക്കാം. പിന്നീട് 10 മണിക്ക് നടക്കുന്ന ഫസ്റ്റ് കമ്മ്യൂണിയൻ സർവീസിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് 15 പേര്, കുട്ടികളടക്കം 15 പേര് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. 3 പേര് മൂപ്പന്മാരും ഒരു കപ്പ്യാരും 2 ശുശ്രൂഷകരും. അത്ര മാത്രമേ അന്നത്തെ 10 മണിയുടെ ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവർക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷെ പള്ളിക്കാലത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പള്ളിക്ക് പുറത്ത് നിൽക്കാം. പള്ളിക്കാലത്തേക്ക്
പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഒരു വിഷയങ്ങൾ കൃത്യമായി ഓർക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. വഴിപാടുകൾ ദൈവാസനത്തിൽ അർപ്പിക്കുമ്പോൾ 160 ഗീതത്തിന് ആവശ്യമുള്ള ചരണങ്ങൾ നമുക്ക് പാടാം. 160 ഗീതത്തിൽ നിന്ന് ആവശ്യമുള്ള ചരണങ്ങൾ പാടാം. വിശുദ്ധ ദൃഷ്ടികൾ അഹോ അഴുക്കുകൾ ഓരോരുത്തരായിട്ട് മുന്നിലേക്ക് വന്ന് ഓഫറിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ഫ്രണ്ട് നിലയിൽ നിന്ന് ഓരോരുത്തരായിട്ട് മുന്നിലേക്ക്. വഴിപാടുകളെ നമുക്ക് ദിവസത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും തികഞ്ഞ വരങ്ങളുടെയും ഉറവിടവും ദാതാവുമായിരിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധി മുൻപാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന എളിയ കാഴ്ചയെ വിശുദ്ധീകരിച്ച് സുഗ്രാഹ്യയാഗമായി സ്വീകരിച്ച് തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുമാറാകണമേ. കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ നന്മ അനുഭവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുമുൻപാകെ കൊണ്ടുവരുന്നു. സ്തോത്രയാഗമായ തിരുമുൻപാകെ അർപ്പിക്കുവാൻ പോകണം. അവിടുത്തെ സന്നിധിയിലേക്ക് കാഴ്ചകളുമായി മക്കളെ ക്ഷണിച്ചത് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തിരികെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുക തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങളുടെ ദാനങ്ങളെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഓരോരുവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുകയാൽ നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷമൗനമായി നമുക്ക് ദൈവത്തോട് നമ്മുടെ സകല ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ, ക്ഷീണങ്ങളെ, പ്രതികൂലങ്ങളെ, അനുകൂലങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാം ഞാനേകിടുന്നു, മാനസം ദേവം നിഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു.
ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു. സമ്പൂർണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചു. നിന്റെ ഹിതം പോലെ നടത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവ സന്നിധിയിലായിരിക്കാം. അവർ നമ്മുടെ ഓരോരുത്തരുടെയും വഴിയിലുണ്ട്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിനക്ക് എന്ത് എന്നോട് ചോദിക്കാനുണ്ട്? നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും, നമ്മുടെ ഓരോ പ്രയാസങ്ങളെയും, പ്രതികൂലങ്ങളെയും, അനുകൂലങ്ങളെയും, അനുഗ്രഹങ്ങളെയും, രോഗങ്ങളെയും, ദുഃഖങ്ങളെയും, ഭാരങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് പറഞ്ഞേൽപ്പിക്കാം. സംഗീതക്കാരൻ പറഞ്ഞു, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളും ഒഴിച്ചു. പാടി സ്തുതിക്കുക. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ഈ പ്രഭാത സമയത്ത് നീ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? സത്യമായും നിനക്കുള്ള നന്മ തടുക്കുകയില്ല. ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. ആകയാൽ നമുക്ക് നമ്മുടെ സഭയെയും സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദിവസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹായിടവക അധ്യക്ഷനായ കുടുംബത്തിനായി എല്ലാ സഭാ ശുശ്രൂഷകർക്കും, സഭാപ്രവർത്തകർക്കും, സിസ്റ്റേഴ്സിനും, മിഷണറിമാർക്കുമായി പ്രാർത്ഥിക്കുക. ശ്രീജന സഖ്യം, യുവജന സംഘടന, മെൻസ് ഫെലോഷിപ്പ്, ഫാമിലി ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ തുടങ്ങിയ എല്ലാ സംഘടനകളെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിഗണിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്നവർ, അവരുടെ പ്രവർത്തകർ എല്ലാം ഒരുപോലെ നന്മ അനുഭവിക്കാൻ, നല്ല സാക്ഷ്യം വഹിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയായ ഇലക്ഷനെ നേരിടുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. സഭയ്ക്ക് ആത്മീക പ്രചോദനം നൽകുന്നവർ തെരഞ്ഞെടുക്കപ്പെടുവാൻ, സാമ്പത്തിക ഭദ്രത നൽകുന്നവർ തെരഞ്ഞെടുക്കപ്പെടുവാൻ, സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവർ തെരഞ്ഞെടുക്കപ്പെടുവാൻ, ഊർജ്ജസ്വലരായ, ഉന്മേഷമുള്ളവരായ യുവത്വം അതിലേക്ക് ആകർഷിക്കപ്പെടുവാൻ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പരിമേൽപ്പിക്കാം. എല്ലാ സഭകളുടെ കൂട്ടായ്മകളെയും ആരാധനകളെയും നമുക്ക് പ്രാർത്ഥിക്കാം. വിശിഷ്യ നമ്മുടെ സഭയുടെ ആരാധനകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഡിസംബർ 2 ഞായറാഴ്ച നടക്കുവാൻ പോകുന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കായി അതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് നമ്മുടെ ഭവനങ്ങളിൽ, ദേശങ്ങളിൽ ഒരു ഉത്സവമായി തീരുമാനമാക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ, വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ, പഠനത്തിനായി, ജോലിക്കായി കടന്നുപോയിരിക്കുന്നവരെല്ലാവരും ദൈവനാമത്തിൽ തന്നെ അനുഭവിക്കാൻ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കാൻ, സഭയ്ക്ക് ചുറ്റുവട്ടം, നമ്മുടെ ഭവനത്തിന് ചുറ്റുവട്ടമായിരിക്കുന്ന എല്ലാവരും, വിശിഷ്യ തലകളത്തോർ പഞ്ചായത്തിൽപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതിന് നേതൃത്വം കൊടുക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് താഴ്മയായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസിഡന്റിനായിട്ട് പ്രാർത്ഥിക്കാം, പ്രധാനമന്ത്രിക്കായിട്ട് പ്രാർത്ഥിക്കാം,
ഗവർണറെയും മുഖ്യമന്ത്രിയെയും ഓർക്കാം, മന്ത്രിമാരായിരിക്കുന്നവർ, ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, നീതിന്യായ കോടതികൾ, അതുപോലെ ജനത്തിന് ന്യായം പാലിച്ചു കൊടുക്കേണ്ട പഞ്ചായത്ത് തലം വരെയുള്ളതായിരിക്കുന്ന എല്ലാ ഭരണസമിതികളും ഭരണ നേതൃത്വങ്ങളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുതിയതായിട്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ചുമതലയിലേക്ക് പ്രവേശിച്ച സുനിൽ പുതിയാട്ടിൽ അച്ഛനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അനശ്ശേരി പാസ്റ്റർ ഈ ദേശത്ത് നന്മ ചെയ്യേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് തീരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അപ്രകാരം എല്ലാ വിഷയങ്ങളെയും ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കായും ദൈവത്തോട് യാചന അർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷമോളമായിരിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ പ്രായാധിക്യത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരുടെ ആരോഗ്യത്തിനും ഭദ്രതയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർക്കാണ്, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ കരുതുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഒരു നിമിഷം മൗനമായി ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവസത്തെ മുമ്പാകെ പ്രാർത്ഥനയിലായിരിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ചോദിക്കുന്നതിലപരമായി ചെയ്യുവാനുള്ള വ്യാപാര ശക്തിക്കായി നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചു കർത്താവേ, ഞങ്ങളുടെ ചോദിക്കുന്ന കുറവുകളെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശവും സഭയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും കുടുംബങ്ങളും കർത്താവിന്റെ ദൂരത്തും ചേർന്നിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, പ്രയാധികതയിലിരിക്കുന്നവർ, പഠിക്കുന്ന മക്കൾ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. അങ്ങനെ മഹത്വം ഞങ്ങൾ കാണേണ്ടത് അങ്ങനെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കണമേ. എല്ലാ മഹത്വവുമാനും ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു മശിഹായിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി നിൽക്കണമേ. ആമേൻ. ഒടുവിലായി നമുക്ക് നമ്മുടെ മരണനാഴികയും ഓർക്കാം. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ എന്ന് പ്രതിവാക്യം പറയണം. ഞങ്ങളുടെ അന്ത്യനാഴിക അടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനകളിൽ കൂടി കിടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിപ്പാനും ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ പിരിഞ്ഞു പോവാനും കർത്താവേ, സർവശക്തനെ നിൽക്കണമേ. തിരുമുഖം കടാൻ നിൽക്കാനും സകല ദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോടും ഒന്നിച്ച് തിരുനാമത്തെ നിന്ന് വാഴ്ച സ്തുതിച്ചുകൊണ്ടിരിക്കാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ. ആമേൻ. തിരുവചനം ചിന്തിക്കാൻ മുൻപായി 222 ഗീതം, അതിന്റെ ഒന്നാമത്തെ ചരണം നമുക്ക് പാടാം. 222 ഗീതത്തിന്റെ ഒന്നാമത്തെ ചരണം നമുക്ക് പാടാം. ഗീതം 222 ഒന്നാമത്തെ ചരണം. ഒന്നിനെ ഇപ്പോൾ എല്ലാറ്റേക്കാളും വിധിയായി. Yeah.
പ്രാർത്ഥിക്കാം. എല്ലാറ്റിനേക്കാളും ഒന്നിനെ സ്നേഹിക്കാൻ ഞങ്ങളെ അഭ്യസിപ്പിച്ചു തരുന്നു. തൃത്വത്തിലേകനായിരിക്കുന്ന നിന്നെ സ്നേഹിപ്പാൻ, ധ്യാനിപ്പാൻ, അങ്ങനെ നൽകുന്ന എല്ലാ വിശിഷ്ട അവസരങ്ങളെയും വിനിയോഗിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാ മുഖാന്തരം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നേ ഞങ്ങളുടെ ആരാധനയും ഞങ്ങൾ യാഗമായി അംഗീകാരം അങ്ങ് സ്വീകരിച്ചാട്ടെ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന സഹവിശ്വാസികളെ, ഓരോ ആഴ്ചയിലും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പള്ളികൾക്കും ഇന്നും ആ അവസരം ലഭിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് മൂന്നാമത്തെ വേദഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ളതായിരിക്കുന്ന ഭാഗം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെ എഴുതപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. അതില് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേട്ടാൽ, 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേട്ടാൽ കൊള്ളാം. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. മതി, കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. എന്താ ഈ ചമ്മട്ടി? എന്താ ചമ്മട്ടി? നല്ല ചാട്ടവാറെന്ന് പറയുന്ന പേരാണ് ചമ്മട്ടി. അപ്പൊ എന്തിനായിരിക്കും ചമ്മട്ടി ഉണ്ടാക്കിയത്? അടിക്കാൻ തന്നെ, മാറ്റമൊന്നുമില്ല, സംശയം വേണ്ട, അടിക്കാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചത്? ഇവിടെ വായിച്ച് കേൾക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ ന്യൂനത നമുക്ക് മനസ്സിലാവും. എന്താ ന്യൂനത? യേശുവും കുടുംബവും എങ്ങോട്ട് പോകുന്നു? ദേവാലയത്തിലേക്ക് പോകുന്നു. ദേവാലയത്തിൽ കാണുന്ന കാഴ്ച ആരാധിക്കുന്ന മനുഷ്യരെയല്ല, പകരം വാണിഭം നടത്തുന്ന വ്യക്തികളെ. ഒന്നാമത്, യേശുവിന്റെ മുൻപിൽ ദേവാലയം ഒരു വാണിഭശാലയായി കാണും. ദേവാലയത്തിന്റെ പ്രത്യേകത എന്താ? പഴയ നിയമകാലത്ത് ദേവാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് ദേവാലയം. ഇത് പണിതാര ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് പണിത ദേവാലയമാണ്. ഇത് വിശുദ്ധിയുടെ അടയാളമായി ദൈവം പ്രഖ്യാപിച്ച സ്ഥലമാണ്. ദേവാലയത്തിനുള്ള പ്രത്യേകത പിന്നീട് മാറുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടു കൂടിയാണ്. ദേവാലയം വിശുദ്ധമാണ് എന്ന് പറയുന്ന ആ സ്ഥിതി മാറിയിട്ട് വേർപാടിന്റെ നടിച്ചുവർ ദൈവം ഇടിച്ചു കളഞ്ഞ് സകലത്തെയും ഒന്നാക്കി. അവിടെ വസിക്കുന്നത് പിന്നെ വിശുദ്ധമല്ല, വിശുദ്ധമായത് അവിടേക്ക് വരുമ്പോഴാണ് അത് വിശുദ്ധമാകുന്നത്. ദേവാലയം യേശുക്രിസ്തുവിന് ശേഷം വിശുദ്ധമാകുന്നത് വിശുദ്ധമായത് അതിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നീട് ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരം. അത് കൃത്യലേഖനം പറയുന്നുണ്ട്. ദേവാലയത്തിന്റെ വിശുദ്ധി പിന്നീട് ദൈവം നൽകിയത് മനുഷ്യന്റെ ശരീരം. അവിടെ പറയുന്നത് നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമെന്നും അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും നീ അറിയുന്നില്ലയോ? അതാണ് ചോദ്യം.
വാണിഭശാലയാക്കി നിന്റെ ജീവിതത്തെ നീ മാറ്റിയാൽ കർത്താവ് എന്തെടുക്കും? നിനക്കെതിരെയും ചമ്മട്ടിയെടുക്കും. അവിടെ ദേവാലയം എന്ന് പറയുന്നത് നിന്റെ ശരീരം. ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഉപദേശി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ കയറി വന്നപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു, ഞാൻ 60 വയസ്സ് എന്റെ കലക്ഷന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ എന്താ പ്രതീക്ഷിക്കുന്നത്? അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രതീക്ഷ തരേണ്ടതാരാ? നിങ്ങൾ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കതിനെ ഒരു തമാശയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ശരി അച്ഛാ, ഒരു 250 രൂപ എഴുതിക്കോ. അച്ഛൻ ഒന്നും പറയാതെ 250 രൂപ റെസിപ്റ്റ് എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. പൈസ ചോദിക്കാതെ വാങ്ങാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഇതേപോലെ 250 രൂപ കൊടുത്തുമില്ല. കൊടുക്കാഞ്ഞത് എന്താ പറയാ, ഒരു തീരുമാനത്തിലായിരുന്നില്ല. അദ്ദേഹം അത് അച്ഛനോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നില്ല, അതങ്ങ് മറന്നുപോയി. അച്ഛൻ മറന്നതല്ല, അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. പൈസ ചോദിച്ചു, റസീത് കയ്യിൽ കിട്ടുകയും ചെയ്തു. അന്ന് വൈകിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു കൊണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് 2500 രൂപയായിരുന്നു. അച്ഛന്റെ വാക്കുകളെ ഞാൻ തമാശയാക്കി എടുത്ത് 250 രൂപ കൊടുത്തപ്പോ എനിക്ക് 25,000 രൂപ നഷ്ടമായി. ആളെന്റെ ആത്മാർത്ഥ സുഹൃത്ത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് വിലപേശുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആലയം എങ്ങനെയായിരിക്കണം? ദൈവം വസിക്കുന്നതായിരിക്കണമെങ്കിലേ അതിന് വിശുദ്ധി ഉണ്ടാകും. രോഗം വന്നോട്ടെ, കഷ്ടം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, ദുഃഖം വന്നോട്ടെ, അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ പൗലോസ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? തന്റെ ഉദരരോഗം മാറിക്കിട്ടാൻ. ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് രോഗം ആയിക്കോട്ടെ, അതൊന്നും ലോകപ്രകാരമുള്ളതിനെ വെല്ലുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുവാനുള്ളതല്ല. നിന്റെ കഷ്ടതയാകട്ടെ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, എന്തുമാകട്ടെ, സന്തോഷമാകട്ടെ, സമൃദ്ധിയാകട്ടെ, ദൈവത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുവാൻ ഇടപെടുത്തരുത്. എന്ത് ദൈവത്തിന് വേണ്ടി നീ ഉദ്ദേശിക്കുന്നുവോ അത് അതേ വിശുദ്ധിയോടുകൂടെ ചെയ്യുവാൻ നിനക്ക് കഴിയുമ്പോഴാണ് ദൈവം നിന്നെ മാനിക്കുന്നത്. നീ ദൈവത്തെ മാനിക്കുന്നവനായിട്ട് ചെയ്യുന്നത്. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമായി. ഒന്നാമത് ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്റെ ജീവിതത്തെ ഒരു വാണിഭശാല ആക്കരുത്. ഏത് കാര്യത്തിൽ? ദൈവിക കാര്യത്തിൽ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്ക് ചോദിക്കുന്നത് എവിടെ മാത്രമാണ്? പള്ളിക്കാര്യത്തിൽ മാത്രം. 10,000 രൂപയുടെ കള്ള് കുടിച്ചാലും അതിന്റെ കണക്ക് നമ്മള് ചോദിക്കില്ല. 10 രൂപ പള്ളിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് നമ്മള് ചോദിക്കും. 10 രൂപ ദൈവദാസന്മാർക്ക് കൊടുത്താൽ അതിന്റെ കണക്ക് നമ്മൾ ചോദിക്കും. പക്ഷേ 1000 കള്ളു കുടിച്ചു തീർത്താലോ, സിനിമാ കോട്ടയെ കൊണ്ടു കൊടുത്താലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിനിയോഗിച്ചാലും നമ്മൾ അതിനെ കണക്കന്വേഷിക്കാറില്ല, കണക്കോട് ചോദിക്കാറുമില്ല. പക്ഷേ നീ ദേവാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നീ കണക്ക് കൊടുക്കുന്നു. ഒരു പള്ളിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിലെ ഫാനുകൾ മാറ്റേണ്ടതായിരിക്കുന്ന അവസരം. അത്രയും പഴക്കമുള്ള ഫാനുകൾ, ഒരു നിവൃത്തിയില്ല, ഓടിക്കാൻ ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഫാനുകൾ മാറ്റാനുള്ള അവസ്ഥ വന്നപ്പോ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് പള്ളിയിലെ ഫാൻ
കാറ്ററിംഗിന്റെ പണിയെന്ന് അറിയില്ല. അതിന് ഞാൻ വേറെ വർക്കറെ വെച്ചിരിക്കുന്നു. ഏത് വർക്കറെ വെച്ചാലും നീ എങ്ങനെയാണ് അതിന്റെ അച്ഛൻ തന്ന ഫാൻ മാറ്റിയത്? മൂപ്പരച്ഛൻ ജീവിച്ചിരിക്കുന്നത് എത്ര വയസ്സെന്ന് അറിയുന്നത്? 140 വയസ്സ്. കാരണം മൂപ്പർക്ക് 70 വയസ്സ്. അച്ഛൻ 70ാമത്തെ വയസ്സില മരിച്ചത്. അല്ല സോറി, 80ാമത്തെ വയസ്സില മരിച്ചത്. 8-7 നിങ്ങളത് ആലോചിക്കേ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 140 വയസ്സ് പ്രായമുള്ള മനുഷ്യനെ കുറിച്ചാണ് ഇത്രയും പ്രായമുള്ള വ്യക്തി പറയുന്നത്. എന്ത്? മൂപ്പര് മരിച്ചുപോയി, പക്ഷെ ഫാൻ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മലബാർ ഏരിയയിലുള്ള ഒരു പള്ളിയില് ഒരു സംഘടന ഒരു ഫാൻ വെച്ചു വാട്ടർപള്ളിയിൽ. നമ്മുടെ മലബാറിലുള്ള ഒരു പള്ളി, നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ള ഒരു പള്ളിയാണെന്ന് വിചാരിച്ചു. പള്ളിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സംഘടന ഒരു ഫാൻ വെച്ചു. അതിന് എല്ലാ ലീഫിലും സംഘടനയുടെ പേര് എഴുതിച്ചു. തൂക്കാൻ പറഞ്ഞപ്പോ പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, ഇത് ഈ ലീഫിന്റെ മേലെ എന്തിനാ പേര് എഴുതി വെച്ചത്? ഓ അച്ഛാ, നമ്മള് ഡൊണേറ്റ് ചെയ്താന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഈ ഫാന് കറങ്ങുമ്പോ എങ്ങനെയാ നിങ്ങൾ ഡൊണേറ്റ് ചെയ്താന്ന് ബാക്കിയുള്ളവർ കാണുക. ഉടനെ അതിന്റെ സെക്രട്ടറി പറഞ്ഞ മറുപടി, ഫാന് കറക്കണ്ട, ഫാന് കറക്കണ്ട. പള്ളി കൊടുക്കുന്ന എങ്ങനെയാണ്? വിശുദ്ധിയോടുകൂടെ വേണം ദൈവത്തിന് ചെയ്യുവാൻ. എന്തുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെട്ട രീതിയിൽ ദൈവത്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒന്നാമത്തെ കാരണം നമുക്ക് വില പേശിയിട്ടേ എന്തുള്ളൂ? അറിവും. വില പേശുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. അത് ദൈവത്തോടായാലും വേണ്ടില്ല, ഭർത്താവിനോടായാലും വേണ്ടില്ല, ഭാര്യനോടായാലും വേണ്ടില്ല. അല്ലേ? എന്താ ഭർത്താക്കന്മാര് പറഞ്ഞ ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ വേണ്ടി കയറൂലേ? മൂപ്പര് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയിട്ട് വന്ന് കെട്ടിയോട് മുഴുവൻ ചട്ടിയിൽ വെച്ചിട്ട് എനിക്ക് ചാറ് മാത്രമാണ്. വിലപേശുന്നതായിരിക്കുന്ന ജീവിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നാം തീരുമ്പോൾ ഇന്ന് ഒന്നിന് നമുക്ക് വിലയില്ല. പ്രത്യേകിച്ച് വിലയില്ലാതെ പോകുന്നത് മനുഷ്യ ജീവൻ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, എത്ര പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് ക്രൂരമായിട്ട്. കഴിഞ്ഞ ദിവസം 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ചുട്ടുകൊന്നു. പ്രായം 50ഉം 55ഉം പീഡിപ്പിച്ച ആൾക്കാർക്ക്. നമ്മൾ ആലോചിച്ചോളൂ, കേരളത്തിൽ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഈ അടുത്ത പറയുന്ന സമയത്ത് പറഞ്ഞ് UP-യിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ കണക്ക് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. പുറത്തറിയുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. എന്തുകൊണ്ട്? നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വാണിഭത്തിനാണ്. വാണിഭമാണ് നിനക്കിഷ്ടം. അത് ദേവാലയത്തിലായാലും ദൈവിക കാര്യത്തിലായാലും കുടുംബത്തിലായാലും ജീവിതത്തിലായാലും നീ ഇന്നൊരു വാണിഭക്കാരനാണ്. എന്തിനേയും വില കൊടുത്തു വാങ്ങാം എന്നുള്ളതായിരിക്കുന്ന നിന്റെ വിശ്വാസം. യേശു വാണിഭക്കാരായിരിക്കുന്നവരെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ യഹൂദന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് ഈ അധികാരം ആര് തന്നു? അത് മൊത്തം വായിച്ചാൽ മൊത്തം വായിച്ച് വിശദീകരിക്കാതിരിക്കുന്നില്ല. കാരണം നമ്മുടെ ചായ വളരെ തന്നെ ടൈം പോയി. നിനക്ക് ഈ അധികാരം ആര് തന്നു? ദൈവത്തെ പോലും തിരിച്ചറിയാത്ത മനുഷ്യ സമൂഹത്തിന്റെ മധ്യേ നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, ഞാനൊരു വിശ്വാസിയാണ്. ഞാനൊരു മതക്കാരനല്ല, ഞാനൊരു വിശ്വാസി, ഏക ദൈവ വിശ്വാസിയാണ് ഞാൻ. CSI സഭ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. മതത്തെ സ്നേഹിക്കുവാൻ CSI സഭ പഠിപ്പിക്കുന്നില്ല. CSI സഭ പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്തവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് നാം എല്ലാം ഒന്നാണ്. All may be one. എല്ലാവരും ഒന്ന്. വ്യത്യസ്തമായിട്ട് അവിടെ ആരുമില്ല. ഓർക്കണം, എന്താണ് എന്റെ കുറവ്? എന്താണ് എന്റെ കുറവ്? നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എന്താ എന്റെ കുറവ്? ഈ വിശുദ്ധിയിൽ നിന്ന്
വെളിപ്പാട് 2:5. വെളിപ്പാട് പുസ്തകം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനസാന്തരപ്പെട്ട് അതിന്റെ പ്രവൃത്തി ചെയ്യണം. എങ്ങനെ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനസാന്തരപ്പെട്ടിട്ട് ആ പ്രവൃത്തി ചെയ്യണം. ഒരു മഹത്വകരമായ ഒരു മിഷണറി പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വാസൻ മിഷൻ സഭ. മഹത്തായ മിഷണറി പാരമ്പര്യം. ജാതി നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, വർണ്ണം നോക്കാതെ കേരളത്തിന്റെ സമുചിതമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി വിദ്യ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ ഒറ്റയ്ക്കിരുന്ന് നികണ്ടു വീഴുകയായിരിക്കുന്ന ഗുണ്ടത്തിന്റെ പിന്തലമുറക്കാരാണ്. അതിനുവേണ്ടി പല നമ്പൂതിരിമാരുടെയും വീടിന്റെ പടിക്കൽ പോയി ചമ്രം പടിഞ്ഞിരുന്നിട്ടുണ്ടാകും ആ മനുഷ്യൻ മലയാളം പഠിക്കാൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇന്ന് നമ്മളാണ് അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരിക്കുന്നത്. വേറെ പണിയൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല, ഓ പണി കണ്ടെത്തിയിട്ടുണ്ട്, ഓ ഹിന്ദു അല്ലേ. മതം നോക്കാതെ, ഭാഷ നോക്കാതെ, വർണ്ണം നോക്കാതെ മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, പ്രാർത്ഥിച്ച, സംഭാവന ചെയ്ത മിഷണറി സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന വാസൻ മിഷൻ സഭയുടെ അധപതനമാണിപ്പോൾ. നമ്മൾ ആലോചിക്കുക, ഏത് വിശ്വാസത്തെയാണ് ഞാൻ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്? നീ യഥാസ്ഥാനപ്പെടുത്തേണ്ട നിന്റെ വിശ്വാസം പൂർവീകന്മാർ നിനക്ക് സമ്മാനിച്ചു പോയ വിശ്വാസം. ഈ മലയോര മേഖലയിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പണ്ട് കാലത്ത് ദൈവത്തോട് ചാരി നിന്ന് അവിടെ വന്നതായിരിക്കുന്ന മനുഷ്യർ കുരുമുളകും ഏലവും റബ്ബറും ഒക്കെ നട്ടു, വാഴയും ഒക്കെ നട്ടു. അത് 100 മേനിയായി വിളഞ്ഞു. അന്നും ആനയുണ്ടായിരുന്നു, പന്നി ഉണ്ടായിരുന്നു, കോവർക്കഴുതി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വിളവ് ഒന്നുപോലും അവർ നശിപ്പിച്ചില്ല. കാലഘട്ടം മാറി വന്നപ്പോ സമ്പന്നനായ മനുഷ്യൻ ദൈവത്തെ മറന്നിട്ട് കുരുമുളകിനെ ചാരി നിന്ന് വാഴയെ ചാരി നിന്ന് വാഴ മൊത്തം ഒടിഞ്ഞു പോയി, കുരുമുളക് മുഴുവൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് നീ നന്മ ചെയ്യുന്നതെങ്കിൽ, നീ നടന്നതെങ്കിൽ, നീ ഇരിക്കുന്നതെങ്കിൽ, നീ പ്രവർത്തിക്കുന്നതെങ്കിൽ, നീ സ്ഥാപിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ നന്മയെ അനുഭവിക്കുവാൻ നിനക്ക് കഴിയും. എന്നാൽ അതല്ല, നിന്റെ സുഖത്തിലും സമ്പത്തിലും ആശ്രയിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ നീ ദൈവത്തെ മറന്നു, നിന്റെ സമ്പത്ത് നിനക്ക് തുണയാകുകയില്ല. ഇന്ന് കോവിഡ് എന്ന മഹാമാരി ലോകത്ത് പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ ദൈവത്തെ മറന്നുപോയത് കൊണ്ട് തന്നെ. ഒരു സംശയമില്ല, മനുഷ്യൻ ദൈവത്തെ മറന്നു, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന പ്രകൃതിയെ മറന്നു. പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമാണ് ഇന്ന് ഈ ലോകത്തിനെല്ലാം കാരണം. ഈ അടുത്ത സമയത്ത് വന്നതായിരിക്കുന്ന റിപ്പോർട്ടിൽ കേരളത്തിലെ പല ജില്ലകളും പല കടൽ തീരങ്ങളും ആകെ അഴുക്ക് നിറഞ്ഞു കിടക്കുക. മനുഷ്യന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത രീതിയിൽ അഴുക്ക് കെട്ടിക്കിടക്കുകയാണ് എല്ലാ സ്ഥലവും. കടൽ പോലും മലിനമാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നീ വീണ് പോയത്? നിന്റെ വിശ്വാസത്തിന്റെ മൂല്യച്യുതി വന്നുപോയത് എവിടെയാണ്? നീ നിന്റെ പൂർവികന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് ആവശ്യമാണ്. നിന്റെ പൂർവികന്മാരുടെ വിശ്വാസത്തെ നീ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ ജീവിത രീതികളെ നീ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ വേഗത്തിൽ ഓടിച്ചു പോട്ടെ. മൂന്നാമതായിട്ട് ഞാൻ അതിനെന്ത് ചെയ്യണം? ഞാൻ അതിനെന്ത് ചെയ്യണം? നമുക്ക് വായിച്ചു നോക്കാം. ആവർത്തനം 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്ത പുസ്തകം 34-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 34-21. നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിനും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി
യഹോവയുടെ അരുളപ്പാട് ചോദിക്കും. നിങ്ങൾക്ക് കണ്ടുകിട്ടിയിരിക്കുന്ന പുസ്തകത്തെ കുറിച്ച് യഹോവയോട് അരുളപ്പാട് ചോദിക്കും. മിക്ക വീടുകളിലും ബൈബിൾ ഇരിക്കുന്നത് നല്ല തുണിയിലും മറ്റേ കടലാസിലൊക്കെ പൊതിഞ്ഞിട്ട് പെട്ടിയിലെ ഏറ്റവും അടിയിൽ എന്തിനാണെന്നറിയും? കേടുവരാതിരിക്കാൻ കൊണ്ട് ചെയ്യും. ബൈബിൾ കേടുവന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബൈബിളിലെ താളുകൾ പാറി പറയട്ടെ, സാരമില്ല. പക്ഷെ നീ അതിന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിവർത്തു നോക്കണം. എന്തിനാണെന്നറിയോ? ദൈവത്തിന് നിന്നോടുള്ളതായിരിക്കുന്ന അരുളപ്പാട് എന്താണെന്ന് അറിയാൻ. നിന്റെ വിശ്വാസത്തിൽ നീ യഥാസ്ഥാനപ്പെടണമെങ്കിൽ നിനക്ക് ലഭിച്ചതായിരിക്കുന്ന തിരുവചനത്തിലൂടെ അരുളപ്പാട് ഗ്രഹിക്കാൻ നിനക്ക് കഴിയും. ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന മൂല്യച്യുതിക്ക് കാരണം, ഭിന്നതയ്ക്ക് കാരണം, ഡൈവേഴ്സിന് കാരണം, ഇന്നുള്ളതായിരിക്കുന്ന ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് കാരണം നീ അറിവില്ലാതെ പോകുന്നത്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മൂല്യങ്ങളെ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുവാൻ, അറിയുവാൻ നിനക്ക് കഴിയും. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം യഥാസ്ഥാനപ്പെടണമെങ്കിൽ നിനക്ക് ദൈവവചനത്തിന്റെ ആഴങ്ങളെ അറിയുവാനായിട്ട് കഴിയണം. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദൈവവചനം ഉരുവിടുവാൻ വേണം നിന്റെ വായിക്ക് കഴിയും. അതിനെങ്ങനെയാ? 23-ാം സങ്കീർത്തനത്തോട് നമുക്ക് വൈകാട്ടത്. നമ്മുടെ സഭയിൽ ഒരാളെ വിളിച്ചു പ്രതീക്ഷി ബൈബിളിന്റെ കിസ് വന്നപ്പോഴാണ് ആരാധനയ്ക്ക് ഓർമ്മയില്ല, ആരോ ഒരാളിനോട് വിളിച്ചു പറഞ്ഞു, ഇത് ബൈബിളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങള് അറിയുന്നത്. സത്യം. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഇതുവരെയും അതിനെ ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നില്ല. അപ്പോസ്തലരുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് കന്ദക്ക എന്ന രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പല്ലക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവം പറയുന്നത്, പോയി അവനോട് അവൻ വായിക്കുന്ന പുസ്തകത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിക്കണം. അവൻ പറയുന്നത്, പൊരുൾ തിരിച്ചു തരുവാൻ ആരുമില്ലാതെ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? എന്റെ പൊരുൾ തിരിച്ചു തരുവാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഓർക്കണം, നിന്റെ വിശ്വാസം യഥാസ്ഥാനപ്പെട്ടതാണെങ്കിൽ, നിന്റെ പൂർവികരുടെ വിശ്വാസം നിനക്ക് ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അതിന്റെ പങ്കാളിത്തമുണ്ടെങ്കിൽ, സംശയം വേണ്ട, അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ വേണ്ടി പ്രവർത്തിക്കും. ഒന്നാമതായിട്ട് വിശുദ്ധി ഉള്ളതായിരിക്കണം നിന്റെ ജീവിതം. രണ്ട്, അത് എന്ത് ചെയ്യണം? അത് പൂർവികന്മാരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളുന്നതായിരിക്കണം. മൂന്നാമത് അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എങ്കിൽ നിന്റെ വിശ്വാസം യഥാസ്ഥാനമുള്ളതാണ്, നിന്റെ ജീവിതം പുതുക്കമുള്ളതാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇത് പകൽക്കാലം അനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുൻപാകെ നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ ഞങ്ങളുടെ കുറവുകളെ അറിയണമേ, ഞങ്ങളുടെ ബലഹീനതകളെ ഓർക്കണമേ. എന്നാൽ ഞങ്ങൾ ശമിക്കപ്പെട്ടവരായിട്ട് തീരാതിരിക്കേണ്ടതിന് അതിനെയൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. സമർപ്പിതമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് നല്ല കണ്ടെത്തലിൽ പ്രവേശിപ്പിക്കുവാനൊപ്പം നോക്കണം. മഹത്വം അങ്ങനെ ലഭിക്കണമേ, ആരാധന കൈക്കൊള്ളണമേ. യേശു ക്രിസ്തുവിന്റെ കൊണ്ടുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒടുവിലായി 316-ാം ഗീതത്തിന്റെ ഒന്നും അവസാനത്തിന് പടം 316-ാം ഗീതത്തിന്റെ ഒന്നും അവസാനത്തിന് പിതാവേ ആശിക്കാവുന്നതായിരിക്കും.
രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാതെ രാജ്യം ശക്തിയും മാത്രവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ ആശീർവാദം ഉൾക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടുകൂടെയും കേട്ട വചനത്തോടുകൂടെയും ഇന്നും എല്ലായ്പ്പോഴുമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒടുവിലായിട്ട് എന്നേക്കും മഹത്വം ഏകപിത എന്ന പാട്ടാണ്. താങ്ക് യു ജീസസ്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ